നമ്മുടെ FIC ഡ്യൂട്ടിക്കാരുടെ പുതിയൊരു ടൈം ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ 10 ദിവസത്തേക്ക് ഒരു ട്രെയിനെ വിളിച്ചതാണ്. ഇന്ന് ഒരു ടീം ഇറങ്ങും, അതിന് പകരമാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്. നമ്മൾ അവസാനത്തെ ഫേസാണിത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ട ഏറ്റവും കൂടുതൽ ക്രൗഡുകളെ കണ്ട ഫേസുകൾ കടന്നു പോയിട്ടുണ്ട്. പരമാവധി ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെയാണ് അവസാനം. അത് നല്ല രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കണം. അതിൽ നമ്മുടെ മുമ്പേ ചെയ്തു പോയവർക്ക് ഒരിക്കലും ഒരു മോശം പേര് ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് പോകാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യങ്ങൾ, ഇത് നമ്മളുടെ ഒരു ഡ്യൂട്ടി കൂടെ മാത്രമല്ല, ഒരു സേവന മനോഭാവത്തിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു മാനുഷികമായ പരിഗണനകളും അങ്ങനെ ചെയ്യാനായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ആർജവും കാണിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അത് ഓരോ റാങ്കിൽ നിൽക്കുന്നവിടുത്തെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് കൂടി അത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ഉള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി മാനേജ് ചെയ്ത് നോക്കുക. മകരവിളക്കുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മുമ്പ് ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥർക്കറിയാം, ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി ചെയ്യേണ്ട ബി ടേൺ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ പോയിൻ്റ് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി ചെയ്യുന്ന ബി ടേൺ ഡ്യൂട്ടിക്കാർ രാത്രി 7 മണി വരെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. അഡീഷണൽ 2 മണിക്കൂറുണ്ട്. അതുപോലെ തന്നെ 5 മണിക്ക് ഡ്യൂട്ടി കയറേണ്ട സി ടേൺ ഡ്യൂട്ടിയിൽ വരുന്ന ആളുകൾ 3 മണി മുതൽ 9 മണി വരെയാണ് അവരുടെ സമയം ഉള്ളത്. കാര്യം ശ്രദ്ധിക്കുക, 5 മണി ഡ്യൂട്ടിക്ക് കയറേണ്ടവർ 3 മണിക്ക് എത്തിച്ചേരണം. അതുപോലെ തന്നെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട എ ടേൺ ഡ്യൂട്ടിക്കാർ 7 മണിക്ക് എത്തിച്ചേരണം. അപ്പം അന്ന് BCAക്ക് ചേഞ്ച് എന്ന് പറയുന്നത് 1 മണി തൊട്ട് 7 മണി വരെ ബി ടേണും, സി ടേണിന് 3 മണി തൊട്ട് 9 മണി വരെയും, എ ടേണ് 7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അത് അന്നത്തെ ദിവസം ഡബിൾ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, മകരവിളക്കിൻ്റെ അന്ന് വിളക്ക് കാണാനായിട്ട് ധാരാളം ഭക്തന്മാർ 12-ാം തീയതി തൊട്ട് വരുന്നവരെല്ലാവരും തന്നെ ഇവിടെ താമസിക്കും. പാണ്ടിത്താവളം പോലെയുള്ള സ്ഥലങ്ങളിൽ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ എല്ലാവരെയും സമയബന്ധിതമായിട്ട് അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിൽ ഡ്യൂട്ടി പോയിന്റിൽ ഡബിൾ സ്ട്രെങ്ത് ഉണ്ടാവണം. അത് മണ്ഡലകാലം തുടങ്ങി മകരവിളക്ക് തീരുന്നത് വരെയുള്ള വിവിധ ഫേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ് ഈ അവസാനത്തെ ഫേസ്. മകരവിളക്കിന് മറ്റ് മണ്ഡല പൂജയേക്കാളും അല്ലെങ്കിൽ മറ്റ് തീർത്ഥാടന കാലത്തേക്കാളും വളരെ പ്രത്യേകതയുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവർ പല ഫേസുകളിലായി, പല ഘട്ടങ്ങളിലായി ഇവിടെ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സും മെന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മകരവിളക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷം 15-ാം തീയതിയാണ് മകരവിളക്ക്. അപ്പോൾ 13-ാം തീയതി മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 13-ാം തീയതി മുതൽ മല കയറി വരുന്ന ഭക്തന്മാരിൽ ഭൂരിപക്ഷവും 13-ാം തീയതി മുതൽ ഇവിടെ തമ്പടിക്കും. അപ്പോൾ 13-ാം തീയതി വരുന്ന ആളുകളിൽ ഭക്തന്മാരിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഇവിടെ തമ്പടിക്കും.